10 സെക്കൻഡിന് താഴെയാണ് ആരും ഓടിയിട്ടുള്ളത്. ലോക ചരിത്രത്തിൽ ആരും ഓടിയിട്ടില്ല ഉസൈൻ ബോൾട്ടിന്റെ അത്രയും വേഗതയിൽ. ഒറ്റ സെക്കൻഡിന് വേണ്ടി എത്ര കഠിനാധ്വാനം ചെയ്തു, എത്ര വർഷം കഠിനാധ്വാനം ചെയ്തു, ഒരു സെക്കൻഡ് മെച്ചപ്പെടുത്താൻ വേണ്ടി. നമ്മളൊക്കെ എന്താ പണിയെടുക്കുന്നത്? അധ്വാനം എന്നൊക്കെ നമ്മളിങ്ങനെ പറയാന്നല്ലാതെ ഒരു പണിയും നമ്മൾ എടുക്കുന്നില്ല. മനോഹരമായ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഹണിയുടെ ഡ്രോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഹണി ഡ്രോപ്പ് എന്നെന്താ, തേൻ കണമുണ്ടാക്കാൻ വേണ്ടി തേനീച്ച 200 പൂക്കളിൽ സഞ്ചരിക്കുന്നു. 200 പൂക്കളിൽ പോയിട്ടാണ് തേനീച്ച എന്തുണ്ടാക്കുന്നത്? ഒരു തുള്ളി തേൻ. അപ്പൊ രസമുള്ളത്, രുചിയുള്ളത്, വാല്യൂ ഉള്ളത് എന്ത് കിട്ടണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കഷ്ടപ്പെടേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാതെ എങ്ങനെ പഠിക്കുക? ഇഷ്ടപ്പെട്ട് പഠിക്കുക. കഷ്ടപ്പെട്ട് ആരും പഠിക്കരുത്. എങ്ങനെ പഠിക്കേണ്ടത്? ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുക. അപ്പൊ നമ്മൾ കഷ്ടപ്പാടും എന്തായിരിക്കും? ഇഷ്ടായിരിക്കും. ആ രീതിയിൽ നിങ്ങൾ മാറണം. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് എവിടെയായിരുന്നു? എവിടെ എത്തിയത്? കഥ പറഞ്ഞു. ഉസൈൻ ബോൾട്ടിൽ എത്തിയിരിക്കുന്നു അല്ലേ? ഒരു ഓട്ടക്കാരൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ഊർജം എവിടുന്ന സംഭരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ഓട്ടക്കാരൻ ഓടുകയാണെങ്കിൽ ഏറ്റവും എനർജി എവിടുന്ന കിട്ടുക ഈ ഓട്ടക്കാരന്? എവിടുന്ന കിട്ടുക? മുൻകാലിൽ നിന്നാണോ പിൻകാലിൽ നിന്നാണോ? പിൻകാലിൽ എന്ന് പറയുന്നവർ കൈബന്ധിച്ചേ. പിൻകാല് എന്ന് പറയുന്നവര് ഓക്കെ. മുൻകാലിൽ നിന്നാണെന്ന് പറയുന്നവർ കൈബന്ധിച്ചേ. 2 സ്ഥലത്തു നിന്നും കൂടി പറയുന്നവര്. കഴിഞ്ഞ സാറ പറയുന്നതൊക്കെ ഭാര്യയെ പേടിയുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പേ ഇതിൽ ഭാര്യയെ പേടിയില്ലാത്തവർ എത്ര പേരുണ്ട് ചോദിച്ചപ്പോൾ കുറെ ആൾ കൈബന്ധിച്ച്. പിന്നെ ചോദിച്ചു ഇതിൽ ഭാര്യയെ പേടിയുള്ളവർ എത്ര പേരുണ്ട് ചോദിച്ചപ്പോൾ കുറെ ആൾ കൈബന്ധിച്ചു. 2ൽ ഒരാൾ കൈബന്ധിച്ചില്ല. അപ്പൊ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, കൈ പൊന്തിക്കണോ പൊന്തിക്കേണ്ട എനിക്ക് ഭാര്യനോട് ചോദിക്കണം. അതുപോലെ 2ലും പൊന്തിക്കാത്തവരൊക്കെ ഉണ്ടാവും ഇതിൽ ചിലപ്പോ. അപ്പൊ നമ്മൾ പറഞ്ഞ എവിടെയാ? ഏതായാലും ഒരു അത്ലറ്റ് തന്റെ ഊർജ്ജം മുഴുവൻ സംഭരിക്കുന്നത് തന്റെ പിൻകാലിൽ നിന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ ഇരുമ്പിന്റെ സാധനം ഇങ്ങനെ അടിച്ചുറപ്പിക്കുന്നത് ഇല്ലേ? എന്നിട്ട് കാലിങ്ങനെ ഇടക്കിടക്ക് വെച്ചു നോക്കും. കണ്ടില്ലേ നിങ്ങള്? കാലിങ്ങനെ വെച്ചു നോക്കും, പിന്നെ വെച്ചു നോക്കും. കാരണം സ്റ്റാർട്ടിങ് പിഴച്ച എന്തായി? എല്ലാം പോയി. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ദ വേൾഡ് ഈസ് ചേഞ്ചിങ് വെരി ഫാസ്റ്റ്. ദ ഫാസ്റ്റർ യു റൺ ദ സേഫർ യു ബിക്കം. ലോകം അതിവേഗതയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. വേഗത്തിൽ നിങ്ങൾക്ക് ഓടാൻ കഴിയുമോ? നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഈ ലോകത്ത് ഏറ്റവും വേഗതയിൽ ഓടാൻ കഴിയുന്ന ആളുകൾ എന്ന് പറയുന്നത് ആരാണ്? എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളാണ്. കാരണം നമ്മുടെ പിൻകാലുകൾ അത്രയും സ്ട്രോങ് ആണ്. നമ്മുടെ ചരിത്രം അത്രയും സ്ട്രോങ് അല്ലേ? ഇത്രയും മനോഹരമായ ഒരു ചരിത്രമുള്ളവർ കേരളത്തിൽ ആരാളുള്ളത്? ലോകത്ത് ആരാളുള്ളത്? സുന്നിസം എന്ന് പറയുന്ന പാരമ്പര്യത്തെ മറികടക്കാനുള്ള പാരമ്പര്യമുള്ള ഏത് സംഘടനയാണ് കേരളത്തിൽ നിന്നുള്ളത്? ചരിത്രമില്ലാത്തത് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ത് നടത്തിയിട്ടുള്ളത്? ചരിത്ര കോൺഫറൻസ് നടത്തിയിട്ടുള്ളത്. അവർക്ക് ചരിത്രമില്ല പറയാൻ. അവരുടെ ചരിത്രം കുറച്ച് കഴിയുമ്പോൾ എന്താവും? തീർന്നു. നമുക്ക് അങ്ങനെയുണ്ടോ? നമ്മുടെ ചരിത്രം എവിടെയാണ് അവസാനിക്കുന്നത്? എവിടെയാ അവസാനിക്കുന്നത്? എവിടെയാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ് അവസാനിക്കുന്നത് ഇല്ലേ? യെസ്. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും വേഗതയിൽ ഓടാൻ കരുത്തുള്ള ആളുകൾ, കഴിവുള്ള ആളുകൾ എന്ന് പറയുന്നത് ആരാണ്? എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്റെ ക്ലാസിന്റെ ഉദ്ദേശം. ഇനി നിങ്ങളുടെ കയ്യിൽ പേപ്പറൊക്കെ കളഞ്ഞില്ലേ? ഇനി പേപ്പർ ഇല്ല, ആകെ പേന മാത്രമേ ഉള്ളൂ. പേപ്പർ ഉള്ളപ്പോൾ മാത്രമാണ് എന്ത് പ്രസക്തമാകുന്നത്? പേന പ്രസക്തമാകുന്നത്. പേന മാത്രം എന്തല്ല? പ്രസക്തല്ല. പരസ്പര പൂരകങ്ങളാണ് ഇതൊക്കെ അല്ലേ? പേനയും പേപ്പറും വേണം. ചില ആളുകളുടെ കയ്യിൽ മാത്രം പേപ്പറുണ്ട്. നിങ്ങൾ എറിഞ്ഞ വിമാനങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ തിരിച്ചെടുക്കാമോ? എല്ലാരും പോയി ഓരോന്നെടുത്തേ. തപ്പിപ്പിടിച്ച് ഓരോന്ന് കൈക്കലാക്ക എല്ലാരും.
എല്ലാവർക്കും കിട്ടിയോ? പേപ്പർ കിട്ടിയോ? കിട്ടാത്തവര് അവിടെ ഇരിക്കുക, കിട്ടിയവര് നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റിയിലേക്ക് പോവാണ്. ഒരു വലിയ പരീക്ഷണം നടക്കുകയാണ് ഒരു സ്ഥലത്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ഒരു ഭാഗത്ത് മത്സരത്തിന് വേണ്ടി അണിനിരന്നിരിക്കുന്നത് മല്ലനായിട്ടുള്ള ഒരാളാണ്. ആരാണ്? ഒരു മല്ലൻ, നല്ല മസിൽ പവറുള്ള, ശാരീരിക ഫലമുള്ള ഒരാളാണ് ഒരു ഭാഗത്തുള്ളത്. ഒരു ഭാഗത്ത് ഒരു ചെറിയ കുട്ടിയും. രണ്ടുപേരും തമ്മിലുള്ള എന്ത് നടക്കുകയാണ്? മത്സരം നടക്കുകയാണ്. എന്താ മത്സരം? രാവിലെ മുതൽ ഈ ചെറിയ കുട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആര് ചെയ്യണം? വലിയ ആള് ചെയ്യണം. ഇതാണ് മത്സരം. രാവിലെ ചെറിയ കുട്ടിയോട് പറഞ്ഞു, സ്റ്റാർട്ട് പറഞ്ഞു. അപ്പൊ ചെറിയ കുട്ടി സ്വാഭാവികമായിട്ട് എന്തൊക്കെ ചെയ്യും? ഓടും, ചാടും, മരത്തിന് മുകളിൽ കയറും, പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. 10 മണിയായപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ആര് തളർന്നു? നിങ്ങൾ പറഞ്ഞേ, ആര് തളർന്നു? ചെറിയ കുട്ടി തളർന്നിട്ടുണ്ടാവുമോ? മല്ലനായിട്ടുള്ള ആള് തളർന്നിട്ടുണ്ടാവുമോ? മല്ലൻ തളർന്നിട്ടുണ്ടാവും. കാരണം ചെറിയ കുട്ടികൾ എന്ന് പറയുന്നത് അവരെന്താണ്? കുട്ടികൾ എന്ന് പറയുന്നവർ എപ്പോഴും ഊർജ്ജസ്വലരായിട്ടുള്ള ആളുകളാണ്, ഊർജം തുളുമ്പി നിൽക്കുന്ന ആളുകളാണ്, ആവേശമുള്ള ആളുകളാണ്. ആരെ? കുട്ടികൾ. അതുകൊണ്ട് കുട്ടികളിലാണ് എല്ലാവർക്കും എന്തുള്ളത്? പ്രതീക്ഷയുള്ളത്. കുട്ടികളെയാണ് സമൂഹം മുഴുവൻ എന്തിനു നോക്കുന്നത്? നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും. അപ്പൊ കുട്ടികളെ നശിപ്പിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളെ കഴിവുകൾ എത്രത്തോളം ഉണ്ട് നോക്കാൻ പോവാണ്. റെഡിയാണോ എല്ലാവരും? 2 ഭാഗമാക്കി തിരിക്കുക. നിങ്ങൾക്ക് കിട്ടിയ പേപ്പറിൽ ഒരു കഷ്ണം തീ അടുത്തുള്ള ഒരു സംഭാവന നൽകുക. A4 ഷീറ്റല്ലേ, അതൊന്ന് മുറിച്ചിട്ട് ഒരു കഷ്ണം അടുത്തുള്ള ആൾക്ക് സംഭാവന കൊടുക്കുക. 4 കഷ്ണാക്കി. ഇനി കഷ്ണാക്കാനില്ലാണല്ലേ? അതാ പറഞ്ഞത്, അടുത്തുള്ളവന്റെ അടുത്ത് ഉണ്ടാവുമല്ലോ, ഓനോടൊരു കഷ്ണം വാങ്ങാന്ന്. പേപ്പർ ഇല്ലാത്തവരുടെ കയ്യിലൊക്കെ പേനുണ്ടല്ലേ? ആ പേനുള്ളവരെ കൈ ബന്ധിച്ച്. പേപ്പർ ഇല്ല, പേനുണ്ട്. അത് കീശയെ തന്നെ ഇങ്ങനെ കുത്തിക്കോളി, വേറെ പ്രത്യേകിച്ച് കാര്യം നടക്കില്ലല്ലോ. യെസ്, നമ്മൾ ഗെയിം തുടങ്ങിയാണ്. റെഡിയല്ലേ എല്ലാവരും? റെഡി? ജമ്പിങ് ആൻഡ് സ്റ്റേ റെഡി? ആരും റെഡി? ആരും ജമ്പ് ചെയ്തില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. സ്റ്റാൻഡ് ആൻഡ് സ്റ്റേ റെഡി? ആരും റെഡി? ജമ്പിങ് ആൻഡ് സ്റ്റേ റെഡി? ആരും റെഡി? സിറ്റിംഗ് ആൻഡ് സ്റ്റേ റെഡി? ഹണ്ട് ആൻഡ് സ്റ്റേ ആരും റെഡി? സിറ്റിംഗ് ആയില്ലേ? യെസ്. ഓക്കെ, നമ്മൾ തുടങ്ങിയ ഭാഗങ്ങൾ എഴുതേണ്ടത് ഗോൾ. അതായത് GOAL. ഒരു വര വരയ്ക്കാം. പെട്ടെന്ന് GOAL. ഒരു വര 2 വയ്ക്കാം. ഒരു മിനിറ്റ് സമയം കൊണ്ട് എത്ര ഇൻടു മാർക്കാണ് നിങ്ങൾക്ക് ഇടാൻ സാധിക്കുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങളെ കുറിച്ച് നിങ്ങൾക്കുള്ള മതിപ്പ്. 1 മിനിറ്റ് കൊണ്ട് എനിക്ക് ഇത്ര പറ്റുക എന്ന് നിങ്ങൾ എവിടെ എഴുതണം? ഗോൾ എഴുതിയില്ലേ, അവിടെ എഴുതുക. 1 മിനിറ്റ് കൊണ്ട് എനിക്ക് ഇത്ര ഇടാൻ പറ്റും. ഉദാഹരണമായിട്ട് 1 മിനിറ്റ് കൊണ്ട് 30 ഇടാൻ പറ്റും, 40 ഇടാൻ പറ്റും എന്നൊക്കെ നമുക്കൊരു അസംഷൻ ഉണ്ടാവില്ലേ? അത് നമ്മൾ എഴുതുക. ആരെങ്കിലും നോക്കണ്ട, അപ്പുറത്തുള്ള ആളെയും നോക്കണ്ട, എത്ര ഇടാൻ കഴിയാന്നുള്ളത്. പറഞ്ഞ് വ്യക്തമായില്ലേ? 2 കോളമുണ്ട്. ഒന്നാമത്തെ കോളം എന്താണ്? ഗോൾ, ലക്ഷ്യം. അതിൽ എത്ര എണ്ണാണ് നിങ്ങൾക്ക് ഇൻടു മാർക്ക് 1 മിനിറ്റ് കൊണ്ട് ഇടാൻ കഴിയുക എന്നുള്ളത് നമ്മൾ എഴുതിയോ? ഇനി തൊട്ടപ്പുറത്തെ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇൻടു മാർക്ക് ഇടാൻ പോവാണ്. സ്പീഡിൽ ഇടണം. 1 മിനിറ്റ് സമയം ഉണ്ടാവുക. ആരാണ് മത്സരത്തിൽ വിജയിക്കുന്നത് നോക്കട്ടെ, മിടുക്കന്മാരുണ്ടോ നോക്കട്ടെ. റെഡി? 1 2 3 സ്റ്റാർട്ട്.
അമരത്ത് പാണക്കാടിൽ പൂക്കളുണ്ട് സോദരേ, പടയൊത്തു ചേരു ഈ സമസ്ത കീഴിൽ സോദരേ, പടയൊത്തു ചേരു ഈ സമസ്ത കീഴിൽ സോദരേ. എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത, എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത. എതിരാടി വന്നവന്റെ വമ്പ് തീർത്തു സമസ്താടി വന്നവന്റെ വമ്പ് തീർത്തു സമസ്ത. എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത, എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത. എതിരാടി വന്നവന്റെ വമ്പ് തീർത്തു സമസ്ത. മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിക്കുകയാണ്. ഏറ്റവും കൂടുതൽ 70 സ്കോർ ചെയ്ത ആളുകളുണ്ട്. 70 ഓക്കെ. 60 65 70-ലധികമുള്ള ഒരു ആരോ കൈവന്നിച്ച് 70-ലധികമുള്ള എന്റെ 70-ലധികവും ഇത്രയും പേരോ? ഓക്കെ, കൈതാത്ത എല്ലാവരും. എന്റെ ചോദ്യം, നിങ്ങൾ ആദ്യം എഴുതിയ ഗോൾ എന്ന് പറയുന്നതിൽ അധികം അച്ചീവ്മെന്റ് ഉണ്ടായവർ എത്ര പേരുണ്ട്? നമ്മൾ ലക്ഷ്യം വെച്ചതിൽ അധികം നേടിയവർ എത്ര പേരുണ്ട്? കൈതാത്ത്. ശ്രദ്ധിക്കൂ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. 1 മിനിറ്റ് സമയം തരും എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. 1/2 മിനിറ്റ് സമയം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? അനുഭവിച്ചു തന്നിട്ടുള്ളത്. എന്നിട്ട് പോലും 1 മിനിറ്റ് കൊണ്ട് ഞാൻ നേടും എന്ന് പറഞ്ഞ നേട്ടത്തെക്കാൾ അധികം 1/2 മിനിറ്റ് കൊണ്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അതിൽ നിന്ന് ബോധ്യപ്പാവുന്ന ഒരു വസ്തുത. എന്താണ് അതിൽ നിന്ന് ബോധ്യമാവുന്ന വസ്തുത? എന്താണ്? നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് നോ യുവർ സെൽഫ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? നോ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ നിങ്ങൾ എന്താവുക? മനസ്സിലാക്കുക എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ആരാകുന്നു? ഞാൻ എന്തിനാണ് ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ടുള്ളത്? എന്റെ ധർമ്മം എന്താകുന്നു എന്നുള്ളതിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ. നിങ്ങളുടെ പവർ, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ കഴിവുകൾ, അനന്തമായ നിങ്ങളുടെ സാധ്യതകളെ കുറിച്ച് നിങ്ങൾ അജ്ഞരാണ്. ഓരോ മനുഷ്യനും ഓരോ അജ്ഞാത ഭൂഖണ്ഡമാകുന്നു. ആ ഭൂഖണ്ഡം കണ്ടെത്താൻ കൊളംബസ് കപ്പലിറക്കിയതുപോലെ നിങ്ങളും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? കപ്പലിറക്കേണ്ടിയിരിക്കുന്നു. എന്തിനാ കപ്പലിറക്കുന്നത്? നിങ്ങളെ കണ്ടെത്താൻ. കൊളംബസ് ഇന്ത്യ കണ്ടെത്താൻ കപ്പലിറക്കിയതുപോലെ നിങ്ങളെ കണ്ടെത്താൻ നിങ്ങൾ തന്നെ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? കപ്പലിറക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യ മഹാവൃക്ഷത്തിലെ ഇലയാണോ നിങ്ങൾ? മനുഷ്യ മഹാവൃക്ഷത്തിലെ ഒരു ഇലയാണോ നിങ്ങൾ? ഈ മനുഷ്യൻ എന്ന് പറയുന്നവനാണ് ഈ ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ അത്ഭുതങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലേ? ശരിയല്ലേ? ഈ കാണുന്ന എല്ലാ അത്ഭുതവും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്? മനുഷ്യനാണ്. ഇത് കണ്ടുപിടിച്ച ആരാ? ഈ കാണുന്ന പന്തലും സംവിധാനങ്ങളും കോൺക്രീറ്റും കെട്ടിടങ്ങളും ഈ ആകാശത്തിന് കീഴെ ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന മുഴുവൻ ആസ്വാദന വസ്തുക്കളും ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്? മനുഷ്യനാണ്. ഈ മനുഷ്യൻ ചിന്തിക്കുന്നവൻ, ചിരിക്കുന്നവൻ, അല്ലെ, ക്രിയേറ്റീവായി ചെയ്യുന്നവൻ. മനുഷ്യന്റെ ഒരു ഗുണാന്ത് ക്രിയേറ്റിവിറ്റി, പുതിയതുണ്ടാക്കാനുള്ള കഴിവ്. എത്രയെത്ര കഴിവുള്ള ആളുകളാണ് നിങ്ങൾ, അല്ലേ? നിങ്ങളൊരു ചെറിയ ആക്ടിവിറ്റിയോട് നമ്മൾ ചെയ്യാൻ പോവാൻ, നിങ്ങൾ നിങ്ങളുടെ പേര് മുകളിൽ കടലാസിൽ എഴുതുക. കടലാസിൽ ഒരു ചെറിയ പാർട്ടിൽ നിങ്ങളുടെ പേരെഴുതുക. പെട്ടെന്ന് എഴുതണം. നിങ്ങളെ പേരെഴുതുക. ആ ഇൻറ്റുട്ട ഭാഗം ഒഴിവാക്കുക. നിങ്ങളെ പേരെഴുതുക. എന്നിട്ട് നിങ്ങൾക്കുണ്ട് എന്ന് കരുതുന്ന ഒരു ഗുണം എഴുതുക. എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? നന്നായി ഞാൻ പാട്ട് പാടും, നന്നായി ഞാൻ ചിരിക്കും, നന്നായി ഞാൻ പ്രസംഗിക്കും, എനിക്ക് നല്ല ബഹുമാനമുള്ള ആളാണ്, ഞാൻ എല്ലാവരോടും ആദരവുള്ള ആളാണ്. കുറെ ഗുണങ്ങളില്ലേ? അതിലൊരു ഗുണം എഴുതുക. നിങ്ങൾക്ക് എത്രയോ ഗുണം ഉണ്ടാവില്ലേ? അതിലൊറ്റ ഗുണം നിങ്ങൾ മുകളിൽ എഴുതുക. നിങ്ങളെ പേര് മുഹമ്മദ് മുനവ്വർ, അതിന്റെ അടിയിൽ ഞാൻ നന്നായി ചിരിക്കും. എഴുതിയോ? ചെയ്ത് കഴിഞ്ഞാൽ കൈബന്ധിച്ചേ ഒരു ഗുണം എഴുതുക. നിങ്ങളെ പേര്, ഒരു ഗുണം, നിങ്ങളൊരു ക്വാളിറ്റി. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സുഹൃത്തിനെ കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ കടലാസ് അവന്റെ അടുത്ത് കൊടുക്കുക. എന്നിട്ട് അവനോട് എന്ത് പറയാ? എന്റെ ഒരു ഗുണം. അയില്ല വെയിറ്റ്, ഒരു ഗുണം എഴുതി തരാൻ പറയാം. ദെൻ തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? അയാൾക്ക് നിങ്ങളൊരു ഗുണം, അദ്ദേഹത്തിന്റെ ഒരു ഗുണം നിങ്ങളും എഴുതി കൊടുക്കുക. റെഡിയാണ് എല്ലാവരും? ഞാൻ പറഞ്ഞൊന്നുകൂടി പറയാം. ആദ്യം നിങ്ങൾ പേപ്പറിന്റെ മുകളിൽ നിങ്ങളുടെ പേരെഴുതുക. അതിന് താഴെ നിങ്ങളുടെ ഒരു ക്വാളിറ്റി, നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ കരുതുന്ന ഒരു ക്വാളിറ്റി എഴുതുക. എന്നിട്ട്
എന്നിട്ട് അടുത്താൾക്ക് കൊടുക്കുക. അയാൾ നിങ്ങളൊരു ഗുണം എഴുതി തരും, അയാൾക്ക് നിങ്ങളൊരു ഗുണം എഴുതി കൊടുക്കുക. മറ്റൊരാളെ കാണുക. മിനിമം 1 മിനിറ്റിനുള്ളിൽ എത്രയും കൂടുതൽ ക്വാളിറ്റി ആരൊക്കെയാണ് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് ഞാൻ നോക്കട്ടെ. നിങ്ങളെ സുഹൃത്തുക്കളെ എടുത്ത് പോവുക, അവരെ കൊണ്ട് എഴുതി വാങ്ങിക്കാം. എന്തൊക്കെ ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് റെഡിയാണോ? നേരത്തെ മത്സരത്തിൽ വിജയിച്ചവരുണ്ട്, ഈ മത്സരത്തിൽ വിജയിക്കാൻ പോകുന്ന ആളുകളുണ്ട്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. അവിടുന്ന് എഴുന്നേൽക്കാം, അവിടെ തന്നെ ഇരിക്കണമെന്നില്ല. പെട്ടെന്ന് വേണം, 1 മിനിറ്റ് സമയമല്ലോ. പരമാവധി ആളുകളുടെ അടുത്തേക്ക് പോവുക, പരമാവധി ഗുണങ്ങൾ എഴുതി വാങ്ങിക്കാം. മിനിമം 10 എണ്ണെങ്കിലും വാങ്ങിക്കണം. പെട്ടെന്നാവട്ടെ. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 മിനിറ്റ് ആവാനായി. ഇനി ആകെ ഒരു 20 സെക്കൻഡ് മാത്രം. പരമാവധി ഗുണങ്ങൾ നിങ്ങൾ പെട്ടെന്ന് തൊട്ടടുത്തുള്ള സുഹൃത്തിന്റെ അടുത്ത് നിന്ന് എഴുതി വാങ്ങിക്കാം. ഇരുന്നിടത്ത് എഴുന്നേൽക്കാം, ഇരുന്നിടത്ത് തന്നെ ഇരിക്കണമെന്നില്ല. എഴുന്നേറ്റാലേ എന്തെങ്കിലും കിട്ടുള്ളൂ. ഒന്ന് എഴുന്നേറ്റിട്ടുണ്ട് പറഞ്ഞ അനുസരിച്ചിട്ട്. നല്ല കുട്ടി, നല്ല കുട്ടി. ചില ആളുകൾ സ്വന്തം തന്നെ എഴുതുന്നു കേട്ടോ ഗുണം. അങ്ങനെ എഴുതാൻ പാടില്ല. മറ്റുള്ളതാണ് നമ്മൾ എഴുതി തരേണ്ടത്. ഒരു ക്വാളിറ്റി നമുക്ക് എഴുതാം, ബാക്കിയുള്ള ക്വാളിറ്റികൾ തൊട്ടടുത്തുള്ള ആളാണ് എഴുതി തരേണ്ടത്. ഒരാൾ ഒരു ഗുണമേ എഴുതാൻ പാടുള്ളൂ. തൊട്ടടുത്തുള്ള അടുത്ത ആളടുത്തേക്ക് കൊടുക്കുക. തൊട്ടടുത്തുള്ളവനത്തെ കൊണ്ട് തന്നെ നിങ്ങൾ ഗുണം എഴുതിപ്പിക്കരുത്, അവൻ ബുദ്ധിമുട്ടാവും. ഒരു ഗുണവും ഇല്ലാന്ന് എഴുതി വെക്കരുത്. യെസ്, സ്റ്റോപ്പ് സ്റ്റോപ്പ്. 10 ക്വാളിറ്റീസ് കിട്ടിയവർ കൈബന്ധിച്ച 10 എണ്ണം കിട്ടിയവരും 10 എണ്ണം കിട്ടിയവരും. ഒരാളുണ്ട്, എഴുന്നേറ്റ് വന്നേ. ഒരാള് പിന്നെ 10 എണ്ണം കിട്ടിയ 2 ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു അവർ പരസ്പരം കൈമാറി എഴുതി ആവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. വരട്ടെ, 2 മിടുക്കന്മാരുണ്ട്. 10 എണ്ണം കിട്ടിയ 10 ഗുണങ്ങൾ. 11 കിട്ടിയവരുണ്ടോ? ചിലപ്പോൾ അങ്ങനെ ഉണ്ട്. 10 എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചുകൊണ്ട് 11 കിട്ടുമോ ഉണ്ടാതിരിക്കും. 11 കിട്ടിയവർ ആരെങ്കിലും ഉണ്ടോ? 10ന്റെ മേലോട്ട് 10. വാ ഒന്ന് പറഞ്ഞേ. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള നന്മയുടെ കടലാസാണ് അദ്ദേഹം വായിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ കുറിച്ച് തൊട്ടടുത്തുള്ള സുഹൃത്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എഴുതിയത് എന്താണ് എഴുതിയത് എന്ന് നമുക്കൊന്ന് കേൾക്കാം, ഇല്ലേ? He will draw. He will play cricket. He will teach. He will sing. He will dance. He will eat. He will go to play. He will go to he will go to see matches. He will beat. ആഹ്ലാദം കൊണ്ട് ചങ്ക് കുങ്ങിപ്പോയതാണ്. ഇതൊക്കെ എന്നെ കുറിച്ച് തന്നെ എഴുതിയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. He will sing. He will sing. He will write. He will drink. He will eat. He will hate. He will love. He will help. He will help. He will think. തിന്നുക എന്ന് പറയുന്ന ഒരു ഗുണമാണ് എന്നുള്ളത് എനിക്ക് വലിയ കുറെ പാഠങ്ങൾ നമുക്ക് അങ്ങനെ കിട്ടുമല്ലോ. ഹെയ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. വെറുപ്പ് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. എല്ലാവരും വെറുക്കാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം. ഇതാരാ എനിക്ക് എഴുതി തന്നത്? എനിക്ക് ആരോ ഒന്ന് പണി തന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു. മാതൃഭൂമി വിഷയമൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്തെ പണ്ട് കാലത്ത് CH ഒരു കത്ത് എഴുതിയിട്ടുണ്ട് പോലും, ഒരു ന്യൂസ് കൊടുത്തിരുന്നു പോലും. എന്തിലേക്ക്? മാതൃഭൂമിയിലേക്ക്. നമ്മളൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ എങ്ങനെയാണ് ക്രിയേറ്റീവായി സമൂഹത്തിൽ ഇടപെടുക എന്നുള്ളതിനെ കുറിച്ചാണ്.
CH എഴുതി എന്താണ്? He will sing, he will dance, he will eat, he will go to play, he will go to he will go to see matches, he will beat. ആഹ്ലാദം കൊണ്ട് ചന്ത് കുങ്ങിപ്പോയതാണ്. ഇതൊക്കെ എന്നെ കുറിച്ച് തന്നെ എഴുതിയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. He will sing, he will sing, he will write, he will drink, he will eat, he will hate, he will love, he will help, he will eat, he will sing. തിന്നുക എന്ന് പറയുന്ന ഒരു ഗുണമാണ് എന്നുള്ളത് എനിക്ക് കുറെ പാഠങ്ങൾ നമുക്ക് അങ്ങനെ കിട്ടിയല്ലോ. ഈ ഹെയ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്. വെറുപ്പ് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. എല്ലാവരും വെറുക്കാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം. ഇതാരാ എനിക്ക് എഴുതി തന്നത്? എനിക്കാരോ ഒന്ന് പണി തന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു. മാതൃഭൂമി വിഷയമൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്തെ പണ്ട് കാലത്ത് CH ഒരു കത്ത് എഴുതിയിട്ടുണ്ട് പോലും, ഒരു ന്യൂസ് കൊടുത്തിരുന്നു പോലും. എന്തിലേക്ക്? മാതൃഭൂമിയിലേക്ക്. നമ്മളൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ എങ്ങനെയാണ് ക്രിയേറ്റീവായി സമൂഹത്തിൽ ഇടപെടുക എന്നുള്ളതിനെ കുറിച്ചാണ്. CH എഴുതി എന്താണ്? നമ്മളൊരു പാട്ട് കൂടി പാടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 12:45 നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യ പാട്ട് പാടിയപ്പം എന്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവസാന പാട്ട് പാടുമ്പോഴേക്കും നമ്മൾ എന്തായിട്ടുണ്ട്? നല്ല പരിചയക്കാരായിട്ടുണ്ട്. ഇല്ലേ? യെസ്. ഈ പാട്ട് പാടുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെല്ലാവരും എന്റെ കൂടെ ചേർന്ന് പാടുമെന്ന്. റെഡി? സ്റ്റാൻഡ് അപ്പ് ആൻഡ് സ്റ്റേ. റെഡി? മോർ സൗണ്ട് ആൻഡ് മോർ പവർ. റെഡി? സിഡൗൺ. ഇപ്പൊ ഇങ്ങനെ ഉഷാറായി പോയില്ലേ? ആദ്യം പറയുന്ന യെസ് ഒന്നും ഇല്ല. അപ്പം റെഡി? എല്ലാവരും കൂടെ പാടണട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. റെഡി? തുടങ്ങാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാ നീട്ടിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ എങ്ങോട്ടാ നീട്ടിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ ഇരുൾ മൂടി നിൽക്കുന്ന ഈ സമകാലീന സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടമെങ്കിലുമായി മാറാൻ സ്വയം കെട്ടുവാതിരിക്കാൻ മരണത്തോടുകൂടി മാത്രം കെട്ടുപോകുന്ന മിന്നാമിനുങ്ങിന്റെ ഒരു കുഞ്ഞു വെളിച്ചമാകാൻ, ഒരു വെളിച്ചത്തിന്റെ കണികയാവാൻ ഈ പ്രപഞ്ചത്തിൽ ഞാനുണ്ട് എന്ന്. ഇഫ് യു ആർ എ വേം, ട്രൈ ടു ബി എ ഗ്ലോ വേം. നിങ്ങളൊരു പുഴുവാണെങ്കിൽ കൂടി തിളങ്ങുന്ന പുഴുവാകുക എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ കൂടെയുള്ള എന്നെ അറിയുന്ന കുറെ ആളുകൾ, അംസക്ക അടക്കമുള്ള ആളുകൾ, പിന്നിൽ എന്റെ ഗുരുവായിട്ടുള്ള അലിമാഷ്, അതുപോലെ തന്നെ എന്റെ കൂട്ടുകാരനായിട്ടുള്ള അയ്യൂബ് സാർ, അസ്കർ തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനത്തിന് ഒരുപാട് നിസ്വാർത്ഥ സേവക സംഘമുണ്ട് ഇതിന്റെ പിന്നിൽ. ഇതൊന്നും കുറെ പണക്കാരുടെ അല്ലെങ്കിൽ പണച്ചാക്കുകളുടെ പിന്നിലുണ്ടായതല്ല. ആശയത്തിന്റെ ബലത്തിൽ, ആവേശത്തിന്റെ ബലത്തിൽ, ശംസുൽ ഉലമയുടെ കറാമത്ത് കൊണ്ടുണ്ടായതാണ് ഇതൊക്കെ.
എനിക്കറിയാവുന്നതാണ്, ഞാനിവിടെ കൽപ്പറ്റയിൽ വരുമ്പോൾ ഇതൊന്നുമായിരുന്നില്ല. ഇവിടെ ആദ്യം ക്ലാസ് എടുക്കാൻ വന്ന സമയത്ത് എന്റെ ഓർമ്മ ശരിയാണ്, സ്വാഗതം ക്ലാസ് വന്നിട്ടുണ്ട്. ആ വാഫിയൊക്കെ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം എന്താണ്, അദ്ദേഹത്തിന്റെ കരുത്തെന്താണ്, അദ്ദേഹത്തിന്റെ ഊർജ്ജം എന്താണ്, അങ്ങനെ എത്രയെത്ര വാഫികൾക്ക് ജന്മം നൽകി ഈ സ്ഥാപനം. ഒന്നുമില്ലാത്ത ആത്മവിശ്വാസവും കരുത്തും സംഘടനാബോധവും നൈർമല്യമുള്ള മനസ്സുമുള്ള ആളുകൾ കെട്ടിപ്പടുത്ത ഈ സൗധം, ഇതുതന്നെയാണ് നമ്മുടെ ശക്തി. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ, ഈ ഒരു സരണിക്ക് പിന്നിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെ കൂടി ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.